ല്ലോ ഷൈജു ആന്റണി, അങ്ങ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധിയാണ്. അങ്ങ് പല ചർച്ചകളിലും കാസ എന്നൊരു സംവിധാനം വളർന്നു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ നോക്കൂ, ഇതിൽ ആരൊക്കെയാണ് നേട്ടം കൊയ്യാൻ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത്? PTA പ്രസിഡന്റിന്റെ താല്പര്യം ചില രൂപത്തിലാണ് എന്നുള്ള സംശയങ്ങൾ വരികയാണ്. അപ്പുറത്ത് SDPയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന് അവിടേക്ക് ചേരുന്നു, അവിടെ പഠിക്കുമ്പോൾ ഒരു ഹിജാബ് ധരിച്ചു എന്നതുകൊണ്ട്, അതേ യൂണിഫോമിൽ കളറിലുള്ള തന്നെയായിരിക്കും, അത് ധരിച്ചു എന്നതുകൊണ്ട് ആ കുട്ടി അവിടെ പഠിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? സ്മൃതി, ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് ഈ തരത്തിൽ കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ന്യൂനപക്ഷങ്ങൾ സ്കൂള് നടത്തുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 അതിനൊരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഹാവ് ദ റൈറ്റ് ടു സെറ്റപ്പ് ആൻഡ് മാനേജ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. അവർക്ക് സ്വന്തമായി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനും അത് മാനേജ് ചെയ്യാനും അതിനു വേണ്ടുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാനും അവരുടെ കൾച്ചറിനും അവരുടെ സംസ്കാരത്തിനും ഒക്കെ ചേരുന്ന തരത്തിൽ ഉണ്ടാക്കാനുമുള്ള ഒരവകാശം അതാത് മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തതായി ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു സ്കൂളിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്ത് ഒരു പെർമിഷൻ കൊടുക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ഒരു സാധനം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വയലേഷൻ ആര് ലൈനിടും? എവിടം വെച്ച് ഈ വയലേഷൻ നിൽക്കും? ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു വയലേഷനാണ്. അപ്പോൾ ഇന്ന് ഹിജാബ് ധരിക്കാൻ വയലേഷൻ കൊടുത്തു, നാളെ നിഖാബ് ധരിക്കാൻ വയലേഷൻ കൊടുക്കണമോ, നാളെ ഫുൾ സ്ലീവ് ഇടാൻ വയലേഷൻ കൊടുക്കണമോ, ഏതൊക്കെ നാളെ ഒരു നിസ്കരിക്കാൻ ഒരു മുറി കൊടുക്കാൻ വയലേഷൻ കൊടുക്കണമോ, ഏതെല്ലാം എവിടെയാണ് ഇതിനൊരു ലൈൻ ഡ്രോ ചെയ്യുക? ആരാണ് ലൈൻ ഡ്രോ ചെയ്യുക? അതിനേക്കാൾ ഏറ്റവും നല്ലത് അങ്ങനെ ഒരു വയലേഷൻ കൊടുക്കാൻ അനുവദിക്കാതിരിക്കുകയല്ലേ. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഈ കുട്ടി ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് ആ കുട്ടിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ? അതൊരു എസെൻഷ്യൽ റൈറ്റ് അല്ല എന്ന് സ്മൃതിക്കും അറിയാം, ഈ പാനലിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതൊരു എസെൻഷ്യൽ റൈറ്റ് അല്ല. അങ്ങനെ ഒരു എസെൻഷ്യൽ റൈറ്റ് ആണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ ഒരു കോടതി ഉത്തരവിലും ഇതൊരു എസെൻഷ്യൽ മതാചാരപ്രകാരം വസ്ത്രം ധരിക്കുന്നതും മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് എന്ന് 2016 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുകളിലാണ് പൊതു താല്പര്യമെന്ന് 2017 സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ശ്രീ ഷൈജു ആന്റണി. അങ്ങ് എത്ര വാദിച്ചാലും കോടതി ഉത്തരവ് പ്രകാരം സ്കൂളിന് അനുകൂലമാണ് കോടതി വിധി എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല ശ്രീ ഷൈജു ആന്റണി. ഞാൻ ചോദിക്കുന്നത് സഹിഷ്ണുതയെ കുറിച്ചാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇത്തരം സഹിഷ്ണുത കൊടുക്കുന്ന സ്കൂളുകൾ ഇന്നും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടെന്നേ. അതാണ് ഞാൻ പലതരത്തിലുണ്ട്. ഒരു കാലത്ത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സ്മൃതിയോട് അതാ പറയണത്. അതായത് സ്മൃതി ഒരു കാലത്ത് സ്മൃതി അവിടെ തെറ്റി. സ്മൃതി അങ്ങനെ പറയരുത്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നെന്നല്ല, അന്നും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്നാൽ മറ്റൊരു കരിക്കുലത്തിലൂടെ മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അന്നും അത്തരം സ്ഥാപനങ്ങളുണ്ട്, ഇന്നും അത്തരം സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ അതാകാവുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് പഠിക്കാം. എന്നാൽ ചില സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേക കരിക്കുലത്തിൽ പ്രത്യേക സ്റ്റൈലിൽ ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ആ തരത്തിലേ പോകാൻ പറ്റൂ. ഞാൻ പറയുന്നത് ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്നും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറബി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും അറബി പഠിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ നിത്യപൂജയുള്ള സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്നും പല തരത്തിലുള്ള വിവിധ മതങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ, മൈനോറിറ്റി സ്ഥാപനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ഒരു സഹിഷ്ണുതയുടെ പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത് രാഷ്ട്രീയമാണ്, സഹിഷ്ണുതയുടെ പ്രശ്നമല്ല. ദിസ് ഇസ് എ പൊളിറ്റിക്കൽ അജണ്ട. ഏത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ശ്രീ ഷൈജു ആന്റണി പറയുന്നത്? വിഷയം സമവായത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ച ഹൈബി ഈഡൻ MP ഉണ്ട്. സർക്കാർ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ അവകാശങ്ങളെയും ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. ഇവരാണോ രാഷ്ട്രീയം കളിച്ചത്?
അല്ല, ഇതിനേക്കാളൊക്കെ അവരെല്ലാവരും പോയി ആ കുലുക്കി ചെന്ന് വീണതാണ്. രാഷ്ട്രീയം കളിച്ചത് ആരാണ്? രാഷ്ട്രീയം കളിച്ചത് SDPI. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കുട്ടി ആ സ്കൂളിൽ ആദ്യമായി തട്ടമിട്ട് ചെല്ലുന്ന 2 ദിവസം ആർട്സ് ഫെസ്റ്റിവലാണ്, ക്ലാസ് ഇല്ല. 3-ാം ദിവസം ആ കുട്ടി സ്കൂളിൽ ചെല്ലുന്നു, അവിടുത്തെ പ്രയറിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അവർ പറയുന്നു മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നു. മാതാപിതാക്കൾ വരുമ്പോൾ അവരോടൊപ്പം വരുന്നത് SDPIയുടെ ഒരു ഭാരവാഹിയാണ് എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം നേരത്തെ കരുതിക്കൂട്ടി ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി ഒരു ഡിവൈഡ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത തീവ്രവാദി ഗ്രൂപ്പാണ് SDPI. അവരുടെ ആഗ്രഹം തട്ടമിടേണ്ടവർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ടതാണ്. അവരങ്ങനെ ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ അനവധി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പറയുക, അങ്ങനെ ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. സ്മൃതി നേരത്തെ 2018 തിരുവനന്തപുരത്തുണ്ടായ സംഭവം പറഞ്ഞു, നേരത്തെ നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിലുണ്ടായ സംഭവം പറഞ്ഞു, നിർമ്മല സ്കൂൾ ആലുവയിൽ ഈ വിഷയമുണ്ടായതാണ്. അന്ന് ഇത് കുത്തിപ്പൊക്കിയത് SDPI തന്നെയാണ്. ആലുവയിലുണ്ടായി അതേ വിഷയം ആലുവയിൽ ഉണ്ടായിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ ടൗൺ ഹാളിൽ വലിയ പൊതുസമ്മേളനം വിളിച്ചു തീർത്ത് ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണ്? ഇന്ന് ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ വളരെ നാമമാത്രമായി ചുരുങ്ങി. ഞാൻ പറഞ്ഞത് അങ്ങനെ മത തീവ്രവാദത്തിലൂടെ മാത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കൂളുകളിൽ മാത്രം മുസ്ലിം കുട്ടികൾ പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു മുസ്ലിം സംഘടന ഇസ്ലാമിന്റെ ഉള്ളിലുണ്ട്. ആ സംഘടനയുടെ സംഘടനയെ പരാജയപ്പെടുത്താനുള്ള മാർഗം എന്താണ്? ആ കുട്ടി ഹിജാബ് വരട്ടെ എന്നൊരു തീരുമാനം ആ ഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന് തീ പകരുന്ന നടപടികൾ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ ശ്രീ ഷൈജു ആന്റണി? എന്തിനാണ് ദീപികയിൽ അങ്ങനെ ഒരു മുഖപ്രസംഗം? എന്തിനാണ് സഭയുടെ പ്രതികരണം വേറെ രൂപത്തിൽ വരുന്നത്? ആ പ്രതികരണം അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ ശ്രീ ഷൈജു ആന്റണി ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ മുതലെടുപ്പുകാരിൽ വേറെയും ഉണ്ടല്ലോ. കാരണം ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ ഇവിടെ നന്നായി വിജയിച്ചു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് കുറേയൊക്കെ വിജയിച്ചിട്ടുമുണ്ടെന്നേ. ക്രിസ്ത്യൻ മനസ്സിൽ മുസ്ലിം വിരോധം നല്ല രീതിയിൽ കുത്തുവെക്കുന്ന സംവിധാനം ഇവിടെ നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർ ഒരു ഘട്ടം വരെ വിജയിച്ചിട്ടുമുണ്ട്. അതിലൊരു തിരിച്ചടി ഉണ്ടായത് എപ്പോഴാണ്? വടക്കേ ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ്. നമുക്കറിയാം, അത് എത്ര ദിവസം അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കന്യാസ്ത്രീകൾ എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത്? അവർക്ക് തലമറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? അവർക്ക് ജപമാല കയ്യിൽ പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? അവരെങ്ങനെയാണ് ജയിലിൽ കഴിഞ്ഞത്? ബൈബിൾ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയില്ലേ അവരുടെ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? വേറൊരു നാട്ടിലും നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? അപ്പോൾ ഇതിൽ ഒരു പൊതു സാഹചര്യമുണ്ട്. ആ പൊതു സാഹചര്യത്തെ എത്രത്തോളം ക്രിസ്ത്യൻ സംവിധാനങ്ങൾ തിരിച്ചറിയുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ശ്രീ ഷൈജു ആന്റണി. സ്മൃതി, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ തട്ടമിട്ട് വരുന്നത് അങ്ങനെ ഒരു വയലേഷൻ പെർമിറ്റ് ചെയ്ത സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ അടുത്ത ഘട്ടത്തിൽ 1 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞോ ചെന്നിട്ട് ഫുൾ സ്ലീവ് ഇടാൻ അനുവാദം ചോദിക്കുകയാണ്. അത്തരം സ്കൂളുകളിൽ മറ്റൊരു സ്കൂളിൽ പോയിട്ട് നിസ്കരിക്കാൻ മുറി ചോദിക്കുകയാണ്. മറ്റൊരു സ്കൂളിൽ പോയിട്ട് നിക്കാബ് ധരിക്കാൻ, പ്രത്യേക സാഹചര്യങ്ങളിൽ നിക്കാബ് ധരിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിവിടെ കൊണ്ട് തീരൂല, തട്ടമിട്ടോളൂ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ആ സ്കൂളിന് ഒരു വയലേഷൻ അനുവദിച്ചാൽ ആ വയലേഷൻ നിരന്തരമായി അനുവദിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നേരത്തെ സ്മൃതി പറഞ്ഞതാണ് അതിൻ്റെ ശരി. അതായത് ക്രിസ്ത്യാനികൾ നോർത്ത് ഇന്ത്യയിൽ വല്ലാതെ അരക്ഷിതരാണ്. അവർക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവരെ RSSകാർ തലങ്ങും വിലങ്ങും എല്ലാ തരത്തിലും ഇട്ട് ഓടിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അരക്ഷിതത്വമുണ്ട്. ആ അരക്ഷിതത്വത്തിനിടയിൽ അവർ കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അരക്ഷിതരായ ക്രിസ്ത്യാനികളെ മുഴുവൻ ഒരുമിപ്പിക്കുക, ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേ അവസ്ഥയിൽ RSSകാർ കേരളത്തിലെ മുസ്ലിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചു. അവരിന്ന് കേരളത്തിലെ അരക്ഷിതരാണ്. അപ്പോൾ അതിനകത്തെ തീവ്ര നിലപാടുള്ള ആളുകൾ വിചാരിക്കുന്നത് ഇത്തരം മത ചിഹ്നങ്ങളുടെ പേര് പറഞ്ഞ് ഇവരെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യമില്ല.
എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പൊക്കോ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പോലും ആളുകൾ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ ബുദ്ധിമുട്ടിയാണ് ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ശ്രീ ഷൈജു ആന്റണി, ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണ്, ഒരു തരത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൊതു സാഹചര്യത്തിൽ ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണ് എന്ന തിരിച്ചറിവ് എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്? ആ തിരിച്ചറിവില്ലല്ലോ. ഇവിടെ ഞങ്ങൾ അല്പം കൂടി മുകളിലാണ് എന്നൊരു ബോധ്യത്തോടു കൂടി, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും പ്രതികരണങ്ങൾ വരുന്നത്. അത് അങ്ങ് പറഞ്ഞതുപോലെ അത് നന്നായി ദുരുപയോഗം ചെയ്യുന്നവർ പുറത്തുണ്ട്. അത് SDPI മാത്രമല്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എവിടെയൊക്കെയാണ് പ്രതികരണങ്ങൾ സാമ്യം വരുന്നത് അങ്ങ് കേട്ടതല്ലേ തുടക്കത്തിൽ? SDPI മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കാസയില്ലേ? അങ്ങനെയെങ്കിൽ ആ PTA പ്രസിഡന്റിന്റെ രാഷ്ട്രീയം അങ്ങ് പരിശോധിക്കൂ. അടുത്ത ബന്ധം അങ്ങേക്കുള്ളപ്പോൾ ഇതിങ്ങനെ വലുതാക്കുന്നതിൽ PTA പ്രസിഡന്റ് പങ്കുണ്ടോ എന്ന് കൂടി അങ്ങ് പരിശോധിക്കൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ PTA പ്രസിഡന്റ് മാത്രമല്ല, ഇതിനകത്ത് പങ്കുള്ള ആളുകളുണ്ട്. കൃസംഖികളും സംഖ്യകളും ഒക്കെ ഇത് ആഘോഷിക്കുകയല്ലേ? എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ പ്രതിസന്ധിയുടെ റൂട്ട് കോസ് എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി പഠിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അത്തരം പഠനങ്ങൾ ഇവിടെ നടക്കുന്നില്ല. നമ്മൾ വെറുതെ ചോദിക്കുകയാണ്, ഒരാൾ തട്ടമിടണമെന്ന് പറഞ്ഞാൽ അങ്ങ് തട്ടമിടാൻ അനുവദിച്ചാൽ പോരെ. അങ്ങനെ തട്ടമിടാൻ അനുവദിച്ചാൽ പ്രശ്നം തീരൂല. അടുത്ത കൊല്ലം വേറെ ആവശ്യം വരും. ഞാൻ പറഞ്ഞത് നമ്മൾ ആ സമയത്ത് അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. SDPIക്കാർ ഒരു സ്കൂളിൽ വന്ന് ആ സ്കൂളിൻ്റെ ചട്ടം മാറ്റി, ചട്ടം വയലേറ്റ് ചെയ്ത് തട്ടമിടാനായിട്ട് ഈ കുട്ടിയെ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ അത് SDPIക്കാർക്ക് കൊടുക്കുന്ന ഒരു വിജയമാണ്. അങ്ങനെ നമ്മൾ ചെയ്തുകൂടാ. അതെങ്ങനെയാണ് അനുവദിക്കാൻ പറ്റുക? SDPIക്കാർ പുറത്തുനിന്ന് ശ്രമം നടത്തുന്നുണ്ടാകാം. പക്ഷേ കുട്ടിയുടെ രക്ഷിതാവ് അവിടെ സംസാരിക്കാൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയമാണ്, അതാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.